പപ്പടം വേണോ? പപ്പടം വേണോ? പപ്പടം വേണോ? ഇതാ നല്ല പപ്പടം 15 പപ്പടം വേണോ? 15 രൂപ. പപ്പടം വേണോ? ഇതാ 12 ഉണ്ട്. അല്ല, പപ്പടത്തിന് എത്ര പൈസ എന്നാ നീ പറഞ്ഞത്? പപ്പടം 15 രൂപ. ഇത് വേണ്ട ചേട്ടാ, നല്ല പപ്പടം, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പപ്പടം. വേണേ ചേട്ടാ? എന്താ പേര്? അർച്ചന പപ്പടം. പപ്പടത്തിന്റെ പേരല്ല ചോദിച്ചത്, തന്റെ പേരാ ചോദിച്ചത്. എൻ്റെ പേര് പാർവതി. ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് ശിവൻ. എൻ്റെ പേര് പാർവതി, ചേട്ടൻ്റെ പേര് ശിവൻ. ശിവനും പാർവതിയും അതിനിപ്പെന്താ? ശിവനും പാർവതിയും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമല്ലേ, ഇത് എന്തൊരു അത്ഭുതം. ഓ, അതിലൊന്നും വലിയ അത്ഭുതമില്ലെന്നേ. നമ്മുടെ അയൽപക്കത്തുണ്ടല്ല രാധയും കൃഷ്ണനും. ചേട്ടൻ പപ്പടം വേണോ? ഞാൻ പോവാ. ഓ, പപ്പടം വേണ്ടെന്നേ, എനിക്കത് അലർജിയാ. ഇതെന്തൊരു മനുഷ്യൻ, പപ്പടം അലർജിയാ? പപ്പടം വേണോ? പപ്പടം പപ്പടം നല്ല ചൂടുള്ള പപ്പടം 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 വേണോ? വെറും 15 രൂപക്ക് പപ്പടം. പപ്പടം വേണോ? പപ്പടം. ഹലോ, ഒന്നാടെ അവിടെ എൻ്റെ ആളെ കളിയാക്കോ പപ്പടം വേണോ വെച്ചിട്ട്? അല്ല, അതിപ്പം നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ എന്താ ഒരു കാരണം? ഞാൻ പപ്പടം വേണോ എന്ന് ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്താന്ന്? ഞാൻ പപ്പടം വെക്കുന്നത് തന്നെയാണ് എൻ്റെ ഈ പണി. പപ്പടം വേണോ? പപ്പടം പപ്പടം പപ്പടം. ഓ, നിങ്ങളും പപ്പടം വെക്കുവാ? ആ, അതെ. അത് പിന്നെ നീ ഈ ഭാഗത്ത് പപ്പടം വെക്കാൻ പാടില്ല. അതെന്തേ പപ്പടം വെക്കാൻ പാടില്ലെന്നാ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ഭാഗത്ത് ഞാനേ പപ്പടം വെക്കാൻ പാടില്ല, ഇത് എൻ്റെ ഏരിയ ആണ്. അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായ? അത് ശരി, നിങ്ങളങ്ങ് തീരുമാനിച്ചു? അതെ, ഞാനൊരു ഗുണ്ടയും കൂടിയാണ് കേട്ടാ. ഞാൻ ഗുണ്ടയാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കെന്താ ഒരു ചിരി? അല്ല, ഗുണ്ടയുടെ വേഷം കണ്ട് ചിരിച്ചു പോയതാണ്. ഒരു ഷൂവും ഒരു പാൻറ്, അണ്ടി പാൻറ്റും, മുള്ളമ്മ മുള്ളു പോലത്തെ മുടിയും. അല്ലപ്പാ, നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? നിന്നെ ഇതിനു മുമ്പ് ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ല. എന്നെ ഈ നാട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ ചേട്ടാ. എന്നെ പോലെ ഒരു ഗുണ്ടയുള്ള ഈ നാട്ടിലേക്ക് തന്നെ നിന്നെ കെട്ടിയെടുത്തല്ലോ. നിനക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ? ഏതോനാ നിന്നെ കെട്ടിയത് അത് പറ. തെങ്ങുംപുറം ശ്രീധരൻ ചേട്ടനെ അറിയോ? അതാ പിന്നെ ഈ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ശ്രീധരൻ തെങ്ങുമ്പോൾ തന്നെയാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ? ചുമ്മാ അതും പറയാതെ ഒന്ന് പോയേ. പപ്പടം വേണോ? പപ്പടം വേണോ? പപ്പടം വേണോ? ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഏരിയയിൽ നീ പപ്പടം വെക്കാൻ പാടില്ല എന്ന്. ഇവിടെ ഞാൻ മാത്രമേ പപ്പടം വെക്കാൻ പാടുള്ളൂ. അതാ എൻ്റെ നിയമം, എൻ്റെ നിയമം, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് അറിയാവുന്ന പണി ഇത് മാത്രമാണ്. അതെ, ഒന്ന് അവിടെ നിന്ന് നിന്നെ പോറ്റാൻ ആ കുന്നം പുറത്തെ ശ്രീധരനെങ്കിലും ഉണ്ട്. എന്നെ പോറ്റാൻ ആരുമില്ല. അതെന്താ, കെട്ടികളും മക്കളൊന്നും ഇല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇല്ലാന്ന്. ഈ പപ്പടം വിറ്റ് നടക്കുന്ന എനക്ക് ആരാ പെണ്ണിനെ തരുക? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ പപ്പടം ഇങ്ങനെ തന്നേക്ക്, നിങ്ങളുടെ പപ്പടം കൂടെ ഞാൻ വിൽക്കാം. അല്ല, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അല്ല പിന്നെ അത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഈ ഏരിയയിൽ പപ്പടം വിൽക്കാൻ പാടില്ലാന്ന്? അതിനൊരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പപ്പടം കൂടി ഇങ്ങ് തന്നേന്നു. അത് ശരി, എൻ്റെ പപ്പടം കൂടാ? അതെ, എനിക്ക് എന്തായാലും ഇത് വിറ്റേ പറ്റൂ. എന്നാ പിന്നെ അത് വിറ്റോ. പിന്നെ എൻ്റെ പപ്പടം നീ എന്നെ വിറ്റോ. എനക്കെന്തെങ്കിലും നീ പൈസ കിട്ടിയാൽ മതി, അത്ര തന്നെ. വേണോ? പപ്പടം വേണോ? അയ്യോ പാവ, ഞാനത് കാര്യം അറിയാതെ എന്തല്ലോ വഴക്ക് പറഞ്ഞു. അതെ, അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ, അവിടെ നിൽക്ക്. അതെ, ഞാനും നിന്റെ കൂടെ വരുന്നു. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോയാൽ പറ്റുമോ? ഗുണ്ടയായി ഞാനിങ്ങനെ പെണ്ണുങ്ങൾ പണിയെടുത്ത് തിന്നുന്നത് ശരിയല്ലല്ലോ. ആ ഒരു പാക്കറ്റ് പപ്പടം എടുക്ക്. ഇതാ പപ്പടം വേണോ? പപ്പടം നല്ല പപ്പടം വേണോ? പപ്പടം.